തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ സ്ഥിതി ചെയ്യുന്ന പൗർണമിക്കാവ് ക്ഷേത്രം കേരളത്തിലെ മറ്റ് ആരാധനാലയങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വിശുദ്ധ ഭൂമിയാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വെറുമൊരു വിശ്വാസപരമായ കേന്ദ്രം എന്നതിലുപരി അറിവിനും വിദ്യയ്ക്കും നൽകുന്ന അമൂല്യമായ സ്ഥാനമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങളെയും അതോടൊപ്പം ലോകത്തിലെ തന്നെ ആദ്യത്തെ അക്ഷരദേവതാ ക്ഷേത്രം എന്ന അതുല്യമായ പദവിയെയും ഈ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നു. വിദ്യയുടെയും യുദ്ധത്തിന്റെയും ദേവതയായ ശ്രീ ബാല ത്രിപുരസുന്ദരി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ബാല ത്രിപുരസുന്ദരി ദേവി എന്നാണ് അറിയപ്പെടുന്നത്. ദേവിയുടെ ഭാവങ്ങളെന്ന് പറയുന്നത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയൊക്കെ വിവിധ ഭാവങ്ങളാണ്. കുട്ടികൾക്ക് ഏറ്റവും പ്രസിദ്ധിയാർജിച്ച അനുഗ്രഹമരുളുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ അതുകൊണ്ട് ദേവിക്ക് നിവേദ്യം വയ്ക്കുന്നത് തന്നെ ചോക്ലേറ്റ്, മധുരപലഹാരങ്ങൾ, ഐസ്ക്രീം തുടങ്ങിയവയെല്ലാം ദേവിക്ക് സമർപ്പിച്ച് നിവേദ്യം കൊടുത്തതിന് ശേഷം അത് വാങ്ങി കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്യും. മറ്റൊരു ക്ഷേത്രത്തിനുമില്ലാത്ത ഒരു പ്രത്യേകതയാണത്. ദേവിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഭക്തജനങ്ങൾക്ക് ഇങ്ങനെ ധാരാളം ലഭിക്കുന്നത് കൊണ്ട് ധാരാളം ജനങ്ങൾ കുട്ടികളുമായിട്ട് ക്ഷേത്രത്തിലെത്തി ദർശനം നടത്താറുണ്ട്. തിരുവനന്തപുരത്തെ പ്രാചീന നഗരമായ വിഴിഞ്ഞം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ആയി രാജവംശത്തിന്റെ ഇഷ്ടദേവതയായിരുന്ന ഈ പ്രതിഷ്ഠ ചരിത്രപരമായും സാംസ്കാരികമായും വലിയ പ്രാധാന്യമർഹിക്കുന്നു. പൗർണമി എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ ഓരോ പൗർണമി നാളിലും ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളും പൂജകളും ഭക്തർക്ക് പൂർണ്ണമായ അനുഗ്രഹവും ആശ്വാസവും നൽകുന്നു. അക്ഷരദേവതാ ക്ഷേത്രം ജ്ഞാനത്തിന്റെ അപൂർവ സാക്ഷ്യം. പൗർണമിക്കാവ് ക്ഷേത്രത്തെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് അതിന്റെ അക്ഷരദേവതാ ക്ഷേത്രം എന്ന ഐഡന്റിറ്റി. സംസ്കൃത അക്ഷരമാലയിലെ ഓരോ അക്ഷരവും കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് അവയ്ക്ക് സ്വന്തമായി അധിദേവതയുണ്ട് എന്ന തത്വത്തിലാണ് ഈ ആരാധന അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. 51 അക്ഷരങ്ങൾക്കും പ്രത്യേക പ്രതിഷ്ഠകൾ നടത്തി ആരാധിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണിത്. ഓരോ അക്ഷരവും ഒരു ദേവതയാണെന്നുള്ള സങ്കല്പം ഭാരതീയ ജ്ഞാനശാസ്ത്രത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ആ മുതൽ ക്ഷ വരെയുള്ള ഓരോ ശബ്ദത്തിലും ഒരു ദൈവിക ചൈതന്യം കുടികൊള്ളുന്നു. ഇത് വെറും ഒരു ആചാരമല്ല, മറിച്ച് ശബ്ദോർജത്തെയും അത് സൃഷ്ടിക്കുന്ന വിജ്ഞാനത്തെയും ആരാധിക്കലാണ്. ഒരു വിദ്യാർത്ഥിക്ക് തന്റെ പഠനത്തിൽ വിജയം നേടാനും, ഒരു പ്രൊഫഷണലിന് തന്റെ കരിയറിൽ ഉന്നതിയിലെത്താനും, ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിവേകം നേടാനും ഈ അക്ഷരദേവതകളുടെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജ്ഞാനം, വിദ്യാഭ്യാസം, വിവേകം എന്നിവയ്ക്ക് വേണ്ടിയുള്ള തീർത്ഥാടന കേന്ദ്രമായി ഈ ക്ഷേത്രം മാറിയതിന്റെ രഹസ്യവും ഇത് തന്നെയാണ്. വിദ്യാർത്ഥികൾ തങ്ങളുടെ പരീക്ഷാ വിജയത്തിനായി ഇവിടെ എത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാനും സ്ഥാനക്കയറ്റത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അമ്പലങ്ങളിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് അക്ഷരദേവതകൾ. അത് ഈ പൗർണമിക്കാവിൽ അമ്പലത്തിൽ ബാലത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ തന്നെ അക്ഷരദേവതയെ പ്രതിഷ്ഠിക്കാനുണ്ടായ കാരണം, ലോകത്ത് മനുഷ്യർ ഏതെല്ലാം സ്ഥലങ്ങളിൽ തലങ്ങളിലും സഞ്ചരിച്ചാലും പല വിധത്തിലും അജ്ഞരാണ്. അതിന് കാരണം ഓരോ മനുഷ്യൻ്റെ നാമത്തിലും അക്ഷരത്തിൻ്റെ ആദ്യ അക്ഷരത്തിനൊരു ദേവിയുണ്ട്. ആ ദേവിയെ വരുന്ന ഭക്തർ തിരിച്ചറിയണം. എൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരത്തിൽ തന്നെ, പേര് മനുഷ്യനുണ്ടാകുന്നത് തന്നെ ഒരു നിമിത്തമാണ്. ആ പേര് ആരിട്ടിരുന്നാലും ഒരാളിൻ്റെ പേര് വരുമ്പോൾ ആ പേരിനൊരു നിമിത്തമുണ്ട്, അതിനൊരു ദേവിയുണ്ട്. ആ പേരിൻ്റെ ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോയാൽ അവർക്കൊരു ദോഷവും ഉണ്ടാകില്ല. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, ഏത് ഉന്നതിയിലെത്താൻ കഴിയും. 51 അക്ഷര ദേവതകൾ ഉള്ള ലോകത്ത് തന്നെ ഏക ക്ഷേത്രവും ആ അക്ഷരദേവതയ്ക്ക് ആ എന്ന് തുടങ്ങുന്ന അക്ഷരത്തിൻ്റെ മുകളിൽ, ആ ദേവി പ്രതിഷ്ഠയുടെ മുകളിൽ തന്നെ വരുന്ന ആളിന് ഏത് ദേവതയാണ് അവരോട് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് കൂടി എഴുതി വച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് അക്ഷരദേവത നമ്മുടെ പൗർണമിക്കാവിൽ ബാലത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ വന്ന പ്രത്യേകത? ഈ വരുന്ന ഭക്തർ ലോകത്തുനിന്ന് പല രാജ്യത്തു നിന്നും ഇവിടെ വരുന്ന ഭക്തരുണ്ട്. പുരുഷന്മാരും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളും വരുന്നുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ പേരിൻ്റെ ഒരു ദേവത ഉണ്ട് എന്ന് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് പൗർണമിക്കാവ്. അതുകൊണ്ടാണ് 51 അക്ഷരദേവത. വിദ്യാഭ്യാസത്തിന് ലോകത്ത് എന്തൊക്കെ തന്നെ നേടിയിരുന്നാലും അവരവർക്കുള്ള ആ ഭക്തിയിൽ അവരവരുടെ ദേവതയെ തിരിച്ചറിയണം. കുലദേവത വേറെ, അക്ഷരദേവത വേറെ.
അക്ഷര ആ എന്ന് തുടങ്ങുന്ന അമ്മയിൽ നിന്ന്, ലോകത്തിൻ്റെ പ്രപഞ്ച ശക്തിയായ പരാശക്തിയിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് ആ എന്ന അക്ഷരത്തിൽ തുടങ്ങി 51 അക്ഷരത്തിലും അവസാനിക്കുന്നത്. അതിനുള്ള പ്രതിഷ്ഠകൾ ഈ ലോകത്തിവിടെ മാത്രമേ ഉള്ളൂ. ഒരു ആരാധനാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു ഇവിടെ ഇത് അക്ഷരദേവതയെ പ്രതിഷ്ഠിച്ചു. അക്ഷരത്തിലൂടെ ജ്ഞാനം നേടുക, ജ്ഞാനത്തിലൂടെ മോക്ഷം നേടുക എന്ന ഭാരതീയ സങ്കല്പത്തിന്റെ പ്രായോഗികമായ ഒരു രൂപമാണ് പൗർണമിക്കാവ് ക്ഷേത്രം. പൗർണമിക്കാവ് ദേവിയുടെ ചരിത്രം ആയി രാജവംശത്തിന്റെ പ്രതാപവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പടകാളി അമ്മൻ എന്നറിയപ്പെട്ടിരുന്ന ഈ യുദ്ധദേവതയായിരുന്നു ആയി രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെയും വിദ്യാഭ്യാസ പുരോഗതിയുടെയും ചോഴന്മാരെ പോലുള്ള ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിന്റെയും അടിസ്ഥാനം. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചുള്ള അവരുടെ വാണിജ്യ സാമ്രാജ്യത്തിന്റെ ശക്തിയും ഈ ദേവിയിലായിരുന്നു. ചോളന്മാരുമായുള്ള പോരാട്ടങ്ങളുടെ കാലത്ത് ദേവിയുടെ വിഗ്രഹം ശത്രുക്കൾ കൈക്കലാക്കാതിരിക്കാനായി ആയി രാജാക്കന്മാർ അത് വിഴിഞ്ഞത്തിനടുത്തുള്ള ഒരു വനത്തിലേക്ക്, ഇന്നത്തെ വെങ്ങാനൂരാണത്, അവിടേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ കാലക്രമേണ പിൻതലമുറക്കാർ ഈ ആചാരങ്ങൾ മുടക്കിയപ്പോൾ രാജവംശത്തിന് ദുരിതവും തകർച്ചയും സംഭവിച്ചു. ദേവിയുടെ അപ്രീതിയാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കിയതോടെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജ്യോതിഷപരമായ നിർദ്ദേശങ്ങളോടെ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ പൂഞ്ഞാർ മിത്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 2009 പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ ദേവിയെ പുനഃപ്രതിഷ്ഠിച്ചത്. വലിപ്പത്തിലും ശില്പചാതുരിയിലും ലോക റെക്കോർഡിനർഹമായ നിരവധി പ്രതിഷ്ഠകളാൽ ഈ ക്ഷേത്രം ശ്രദ്ധേയമാണ്. ഇതിൽ പ്രധാനം ക്രോധഭദ്ര രൂപത്തിലുള്ള ബാലത്രിപുരസുന്ദരി ദേവിയുടെ വിഗ്രഹമാണ്. 6.5 അടി ഉയരവും 1300 കിലോഗ്രാം ഭാരവുമുള്ള ഈ വിഗ്രഹം ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹമാണ്. കൂടാതെ 8 അടി ഉയരമുള്ള കൃഷ്ണശിലയിൽ തീർത്ത ഏറ്റവും വലിയ പഞ്ചമുഖ ഗണപതിയുടെ മോണോലിത്തിക് വിഗ്രഹവും ഇവിടെയുണ്ട്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത പ്രതിഷ്ഠകളിൽ 275 സെന്റിമീറ്റർ ഉയരമുള്ള ഏറ്റവും വലിയ നാഗരാജാവിന്റെ വിഗ്രഹവും, അതുപോലെ 18 അടി ഉയരമുള്ള മോണോലിത്തിക് ശനീശ്വര വിഗ്രഹവും, 12 അടി ഉയരമുള്ള അദ്ദേഹത്തിന്റെ വാഹനമായ കാക്കയുടെ മോണോലിത്തിക് വിഗ്രഹവും ക്ഷേത്രത്തിലെ മനോഹര കാഴ്ചകളാണ്. കൂടാതെ ഭാവിയിൽ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുന്ന 23 അടി ഉയരമുള്ള ആദിപരാശക്തിയുടെയും 18 അടി ഉയരമുള്ള ദുർഗാദേവിയുടെയും രാജമാതാംഗിയുടെയും മാർബിൾ മോണോലിത്തിക് വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയിലെ ഒരു വലിയ നാഴികക്കല്ലാണ് ഇത്. ഓരോ പൗർണമി ദിനത്തിലും പൗർണമിക്കാവ് ക്ഷേത്രം ആയിരക്കണക്കിന് ഭക്തരെ കൊണ്ട് നിറയുന്നു. രോഗശാന്തി, വ്യക്തിപരമായ ആഗ്രഹ സഫലീകരണം, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൽ, അറിയപ്പെടാത്ത കുലദേവതകളെ കണ്ടെത്തൽ എന്നിവയെല്ലാം ഇവിടെ എത്തുന്ന ഭക്തരുടെ ലക്ഷ്യങ്ങളാണ്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം എന്ന ക്ഷേത്രത്തിന്റെ നയം സാമൂഹിക സമത്വത്തിന്റെ ഉദാത്ത മാതൃകയാണ്. പ്രധാന വഴിപാട്. പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വഴിപാടാണ് വീണ സമർപ്പണം. അക്ഷരദേവതകൾക്കുള്ള ഈ സമർപ്പണം അക്കാഡമിക് വിജയം, ഉന്നത വിദ്യാഭ്യാസം, കരിയറിലെ സ്ഥാനക്കയറ്റം, വിവേകം നേടൽ തുടങ്ങിയ ആഗ്രഹങ്ങൾ സഫലമായ ഭക്തർ നടത്തുന്ന ഒരു പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ്. വീണ വിദ്യയുടെ ദേവതയായ സരസ്വതിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ നേട്ടങ്ങൾ അറിവിന്റെയും കലയുടെയും ദേവതയ്ക്ക് സമർപ്പിക്കുന്നു എന്ന സന്ദേശമാണ് ഈ വഴിപാടിലൂടെ ഭക്തർ നൽകുന്നത്. പൗർണമി നാളിൽ മഹാഗണപതി ഹോമം, അക്ഷരദേവതാ പൂജ, പഞ്ചശക്തി പൂജ, ചണ്ഡികാ ഹോമം, സരസ്വതി പൂജ, കാര്യസിദ്ധി പൂജ തുടങ്ങിയ നിരവധി വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ദീപപ്രദക്ഷിണമാണ്. നെയ്വിളക്ക് കൈയിലേന്തി 51 അക്ഷരദേവതകളെയും മുഖ്യദേവിയെയും ചുറ്റി 21 തവണ പ്രദക്ഷിണം വെക്കുന്നത് ഭക്തർക്ക് പ്രത്യേക അനുഭൂതി നൽകുന്നു. പൗർണമിക്കാവ് ക്ഷേത്രം ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിലും മുൻപന്തിയിലാണ്. ക്ഷേത്രത്തിൽ നടന്ന മഹായാഗങ്ങൾ ഇതിന് തെളിവാണ്. 2022 നടന്ന മഹാകാളികായാഗം ഭാരതീയ ആധ്യാത്മിക ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു. 51 ശക്തിപീഠങ്ങളിൽ നിന്നുള്ള മുഖ്യ ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ 11 ദിവസം നീണ്ടുനിന്ന ഈ ചടങ്ങ് ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. 2023 നടന്ന പ്രപഞ്ചയാഗം ക്ഷേത്രത്തിന്റെ ആത്മീയ ഔന്നത്യം വിളിച്ചോതുന്ന മറ്റൊരു മഹത്തായ സംഭവമാണ്. ഈ ക്ഷേത്രത്തിൽ 253 ആചാര്യന്മാർ ചേർന്ന് 1008 വ്യത്യസ്ത ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് 108 തരം ഹോമങ്ങളും പൂജകളും നടത്തി.
കാളികാ യാഗം നടന്ന ഒരു സ്ഥലമാണ് ഈ പൗർണമിക്കാവ്. ആ യാഗം നടന്നു കഴിഞ്ഞാൽ ഭാരത ചരിത്രത്തിൽ ആദ്യമായി അഘോരികൾ, ഹിമാലയം സ്ഥാനിക്കുള്ള അഘോരികൾ ഇവിടെ കേരളത്തിലേക്ക് വന്നു ആ യാഗത്തിന് നേതൃത്വം കൊടുത്തു. അതൊരു ലോക ചരിത്രത്തിലൊരു സംഭവമാണ്. അന്ന് ഭാരതത്തിലുള്ള ശക്തിപീഠങ്ങളിലെ എല്ലാ ശക്തിപീഠങ്ങളിൽ നിന്ന് അന്ന് പുരോഹിതന്മാർ ആ യാഗത്തിൽ പങ്കെടുത്തു. അതൊരു എത്രയോ ഐറ്റം ആയുർവേദ മരുന്നുകൾ കൊണ്ടാണ് ആ ഹോമം നടത്തിയത്. ആ ഹോമത്തിന് ശേഷം ലോകത്തിന് തന്നെ അതിൻ്റെ പ്രതിഭാസം ഉണ്ടായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ പ്രകൃതിക്ക് വേണ്ടി പ്രപഞ്ചയാഗം നടത്തും. അപ്പോൾ ഇതെല്ലാം ആ പ്രപഞ്ചയാഗത്തിൽ ശരിക്ക് ഇന്ത്യക്ക് പുറത്തുള്ള നേപ്പാളിലെ നേപ്പാൾ പശുപതി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനാണ് ഇവിടെ നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ വലിയ പ്രത്യേകത ഈ ക്ഷേത്രത്തിന് ഉണ്ട്. അത് പൗർണമിക്കാവ് ക്ഷേത്രത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മാതൃകാപരമാണ്. എല്ലാ പൗർണമി ദിനത്തിലും ഭക്തർക്ക് സൗജന്യവും പരിധിയില്ലാത്തതുമായ അന്നദാനം ഇവിടെ നടക്കും. നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും പാവപ്പെട്ടവർക്ക് പല വ്യഞ്ജന കിറ്റുകൾ നൽകുകയും ചെയ്യുന്നത് ക്ഷേത്രത്തെ ഒരു സാമൂഹ്യ കേന്ദ്രമാക്കി മാറ്റുന്നു. 2024 108 ആദിവാസി ദമ്പതിമാർക്കായി നടത്തിയ സമൂഹ വിവാഹം ക്ഷേത്രം സാമൂഹിക ഉന്നമനത്തിന് എന്നും പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന്റെ തെളിവാണ്. പൗർണമിക്കാവ് ക്ഷേത്രം കേവലം ഇഷ്ടദേവതയുടെ ആരാധനാലയമല്ല, മറിച്ച് അക്ഷരത്തിന്റെ ശക്തി, ജ്ഞാനത്തിന്റെ മഹത്വം, കാരുണ്യത്തിന്റെ പ്രാധാന്യം എന്നിവയെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു ശക്തി കേന്ദ്രമാണ്. വിദ്യയും വിവേകവും നേടാനും ജീവിത ദുരിതങ്ങൾ അകറ്റാനും ഭൗതികവും ആത്മീയവുമായ ഉന്നതി കൈവരിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ ക്ഷേത്രം ഒരു അഭയകേന്ദ്രമാണ്. ആയി രാജവംശത്തിന്റെ യുദ്ധദേവതയായി തുടങ്ങി ഇന്ന് ലോകത്തെ ആദ്യത്തെ അക്ഷരദേവതാ ക്ഷേത്രമായി മാറിയ പൗർണമിക്കാവ് ദേവി ഭക്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് തന്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരികെ നേടുകയാണ്. കാലം മാറുമ്പോൾ മാറാതെ നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെയും അറിവിന്റെയും ഐശ്വര്യത്തിന്റെയും ഈ മഹാക്ഷേത്രം കേരളത്തിന്റെ ആത്മീയ ഭൂപടത്തിലെ ഒരു തിളക്കമുള്ള നക്ഷത്രമായി എക്കാലവും നിലനിൽക്കും.